ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണിച്ചാർ ചാണപ്പാറയിലെ പാനിക്കുളം ബാബുവിന്റെ കൊലപാതകം പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തിരുവനന്തപുരം സ്വദേശി പ്രേംജിത്ത് ലാലിനെയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർലം ഫാം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. കണിച്ചാർ ചാണപ്പാറയിലെ പാനിക്കുളം ബാബുവിന്റെ കൊലപാതകം പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതി തിരുവനന്തപുരം വിളക്കാട് സ്വദേശി പറമ്പുള്ള പുത്തൻവീട് പ്രേംജിത്ത് ലാലിനെയാണ് കേളകം പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. കണിച്ചാർ ചാണപ്പാറയിലെ പാനിക്കുളം ബാബുവിന്റെ കൊലപാതകം പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതി തിരുവനന്തപുരം വിളക്കാട് സ്വദേശി പറമ്പുള്ള പുത്തൻവീട് പ്രേംജിത്ത് ലാലിനെയാണ് കേളകം പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചാണപ്പാറ സ്വദേശി പാനുകുളം ബാബുവിനെ ചാണപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ വാടക മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക നിഗമനത്തിൽ തന്നെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം വിളക്കാട് സ്വദേശി പറമ്പുള്ള പുത്തൻവീട് പ്രേംജിത്ത് ലാലാണ് ബാബുവിനെ കൊലപ്പെടുത്തിയത്. മൃതദേഹത്തിനരികിൽ കല്ലും ഭിത്തിയിൽ ചോരപ്പാടുകളും കണ്ടത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. ചെട്ടിയാമ്പറമ്പിൽ നിന്നും പിടികൂടിയ പ്രതിയെ ചോദ്യം ചെയ്യലിൽ ഇയാളാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിക്കുകയായിരുന്നു. മദ്യപിച്ച് വഴക്കു പറഞ്ഞതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അതിനുശേഷമാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. മുഴക്കുന്ന് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ AV ദിനേശൻ്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചു. മുഴക്കുന്ന് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ AV ദിനേശൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരുചക്രവാഹനത്തിൽ കഞ്ചാവ് കടത്തിയ 2 യുവാക്കൾ പിടിയിൽ. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കർണാടകയിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി എത്തിയ 2 യുവാക്കളെ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. കൊയിലാണ്ടി സ്വദേശികളായ MP മുഹമ്മദ് റാഫി, R അഖിലേഷ് എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ VR രാജീവിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധനയ്ക്കിടയിൽ പിടികൂടിയത്. ഇവരിൽ നിന്നും 240 ഗ്രാം കഞ്ചാവും കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച ശക്തമായ പരിശോധനയാണ് കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴയിൽ എക്സൈസ് നടത്തുന്നത്. ഓഗസ്റ്റ് 14 ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിൽ ചെക്ക് പോസ്റ്റിൽ ഇതുവരെ 5ഓളം മയക്കുമരുന്ന് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PV പ്രകാശൻ, C അഭിലാഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബെൻഹർ കോട്ടത്തോളപ്പിൽ, CV പ്രജിൽ, PR വിനീത് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർലം ഫാം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഫാം സൊസൈറ്റിയിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ പുനഃസ്ഥാപിക്കുക, ശമ്പള കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, ബോണസ് അനുവദിക്കുക, തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആർലം ഫാം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലൊരു പ്രതിഷേധ പ്രകടനവും മാർച്ചും ഈ ഓഫീസിന് മുമ്പിൽ നടത്തേണ്ടി വന്ന ഗതികേടിലെത്തിയിരിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ. നമുക്കറിയാം, കഴിഞ്ഞ 5 മാസത്തെ ശമ്പളം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ വർഷം നിയമപരമായി ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ തൊഴിൽ നിയമത്തിനനുസരിച്ച് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന ബോണസ്, ആ ബോണസ് എന്ന് പറയുന്നത് ഈ ആർലം ഫാമിനകത്തെ സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം 25,000 രൂപയുടെ മുകളിൽ ശമ്പള സ്കെയിലുള്ള തൊഴിലാളികൾക്ക് അത് ലഭിക്കില്ല. പകരം അവർക്കൊരു 2,500 രൂപ ഒരു അലവൻസ് ആണ് കൊടുക്കുക. എന്നാൽ ആർലം ഫാമിനകത്തെ ഭൂരിപക്ഷം കേഷൽ തൊഴിലാളികൾ, ഭൂരിപക്ഷമല്ല മുഴുവൻ കേഷൽ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾക്കും ആയിരക്കണക്കിന് രൂപ ബോണസായി ലഭിക്കേണ്ടുന്നതാണ്. കഴിഞ്ഞ തവണ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറുടെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും തുടങ്ങിയ ഒരു കുരുക്കിന്റെ മകത്ത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ അവസ്ഥയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചു.
നമുക്കറിയാം ഈ ഫാമിനകത്ത് എന്താണ് ഇപ്പം നടക്കുന്നത്? കൊള്ളയാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന, പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ലോഡ് മരം മുറിച്ചു കൊണ്ടുപോയി. കശുമാവാണോ അത് ടെൻഡർ ചെയ്തിരിക്കുന്നത്? എന്നാൽ കശുമാവ് കൊണ്ടുപോകുന്ന ലോറിയുടെ അടിയിൽ മരുതും അതോടൊപ്പം തന്നെ ഇരുളും ഉൾപ്പെടെയുള്ള മരങ്ങൾ, അതായത് ആ ടെൻഡറിനകത്ത് ഉൾപ്പെടാത്ത മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ നമ്മുടെ നഴ്സറിയുടെ തൊട്ടുപുറത്ത് വെച്ച് തടയുകയും ആ സാധനം ലോഡ് അവിടെ ഇറക്കിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. ആൾ ഓഫ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU യൂണിറ്റ് സെക്രട്ടറി കെ ജനാർദ്ദനൻ അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ആന്റണി ജേക്കബ്, PB പുരുഷോത്തമൻ, PK ഷാബു, ജയദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ കോൺഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇരട്ടി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി കോർഡിനേഷൻ ജില്ലാ പ്രസിഡന്റ് MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളുടെ ബ്രേക്ക് ടെസ്റ്റ് നടത്തുന്ന ദിവസം ആഴ്ചയിൽ 2 പരിമിതപ്പെടുത്തിയ നടപടി പിൻവലിക്കുക, ടാക്സികളുടെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ കോൺഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി ജോയിന്റ് RTO ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി കോർഡിനേഷൻ ജില്ലാ പ്രസിഡന്റ് MC ഹരിദാസൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓരോ മാസവും അതിന്റെ ഗഡുക്കൾ അടക്കണം, വായ്പ തിരിച്ചടക്കണം. അതിന് കഴിയാതെ, 2 അക്കം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ഈ തൊഴിലാളികൾ നല്ല ബുദ്ധിമുട്ടുകയാണ്. ഈ മേഖലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളാണ്, ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നത്. ഈ വ്യവസായത്തെ സംരക്ഷിക്കണം, ഈ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടണം. അതിന് പറ്റാവുന്ന അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള പരിശോധന ഈ മേഖലയിൽ സർക്കാർ നടത്തണം. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നയവും ഇക്കാര്യത്തിലില്ല. സംസ്ഥാന ഗവൺമെൻറ്റും വേണ്ട വിധത്തിൽ ഈ മേഖലയെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ വരുത്തിയ 2 പരിഷ്കാരങ്ങളാണ് ഈ സമരത്തിനാധാരം. P. ചന്ദ്രൻ അധ്യക്ഷനായി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് YY മത്തായി, CITU ഏരിയ സെക്രട്ടറി ES സത്യൻ, KT ജോസഫ്, സുരേഷ് ബാബു KC എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തേക്കുമരം കടപുഴകി വീണ വീടിന്റെ ഷീറ്റും റബ്ബർ മരങ്ങളും നശിച്ചു. കൊട്ടിയൂർ ചുങ്കക്കുന്ന് സ്വദേശി മുതക്കാട്ട് പറമ്പിൽ ജോസിന്റെ വീട്ടിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരം കടപുഴകി വീണത്. കൊട്ടിയൂർ ചുങ്കക്കുന്നിലെ മൊതക്കാട്ട് പറമ്പിൽ ജോസിന്റെ വീടിന്റെ പോർച്ചിന്റെ ഷീറ്റും റബ്ബർ മരങ്ങളും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ തേക്ക് മരം കടപുഴകി വീണാണ് നശിച്ചത്. മരം കനത്ത കാറ്റിൽ കടപുഴകി വീഴുകയായിരുന്നു. മരം കടപുഴകി വീണ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം കിട്ടിയില്ലെന്നാണ് ജോസിന്റെ പരാതി. പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും സ്ഥലത്തെത്തി പരിശോധന നടത്തിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ജോസ് പറഞ്ഞു. എൻ്റെ എതിർ കക്ഷിയുടെ പറമ്പിൽ നിന്ന് മരം എൻ്റെ പറമ്പിലേക്ക് വീഴുകയും അത് പെരയിലേക്ക് വന്ന് അടിക്കുകയും എൻ്റെ പറമ്പിലുള്ള കൃഷിയായ 6 റബ്ബർ മരം നശിച്ചു പോവുകയും ചെയ്തു. എനിക്ക് പെരയുടെ ഷീറ്റ് മാറ്റി കിട്ടുകയും ചെയ്യണം. അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം എനിക്ക് കുര്യാച്ചനിൽ നിന്ന് മേടിച്ച് കിട്ടുകയും ചെയ്യണം. 6 മരത്തിൻ്റെ പൈസയും കിട്ടണം, പെരയ്ക്ക് ഷീറ്റിനായ പൈസയും കിട്ടണം. ഷീറ്റ് എന്ന് പറഞ്ഞാൽ 24 അടി നീളമുള്ള ടാറ്റയുടെ ഷീറ്റാണ്. ഏതാണ്ട് ഒരു ഷീറ്റിന് 9,000 രൂപയോളം വിലയുണ്ട്. 9,000-ന് മേലെ വിലയുണ്ട്. 4 ഷീറ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ പട്ടികയും പോയി, കൽക്കൂലെല്ലാം ബെൻഡായിട്ടുണ്ട്. എവിടെയൊക്കെ പരാതി കൊടുത്തത്? അടുക്കള വശം എനിക്ക് നനയുന്നുണ്ട്. അടുക്കള വശം കയറി കിടക്കുന്ന ഷീറ്റ് മേച്ചിലാണ്. അടുക്കള വശം നനയുന്നുണ്ട്. പെരയുടെ പല ഭാഗത്തും ഇതിൻ്റെ ഉരച്ചിലിൽ ഇത് വലിഞ്ഞു പോയിട്ടുണ്ട്. ഈ മേൽക്കൂര വലിഞ്ഞതാണ് നനയാനുള്ള കാരണം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസുകാർ, ഞാൻ ഇതിൻ്റെ വീഡിയോ പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവരത് പ്രകാരം അന്വേഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവർ ബലം പ്രയോഗിച്ച് തണ്ട് ഉപയോഗിച്ച് മരം മുറിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട നഷ്ടം കിട്ടിയതിന് ശേഷം സാറേ മരം മുറിപ്പിക്കാവുള്ളൂ. അവരവിടുന്ന് വിളിച്ച് പറഞ്ഞു, മരം ഒരു കാരണവശാലും മുറിക്കരുത്, അതിൻ്റെ നഷ്ടപരിഹാരം പരിഹരിച്ചതിന് ശേഷം, 4 ആൾ കാണുന്നത് പരിഹരിച്ചതിന് ശേഷം മുറിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ജോസ് പറയുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് കെ സ്റ്റോർ ഇരട്ടി താലൂക്ക് ഉദ്ഘാടനം കൊളക്കാട് റേഷൻ കടയിൽ നടന്നു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ ഇരിട്ടി താലൂക്ക് ഉദ്ഘാടനം കൊളക്കാട് റേഷൻ കടയിൽ നടന്നു. ഇരിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ M. സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
എന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുളക്കാട് ആ സൗകര്യം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആ സൗകര്യങ്ങൾ പൂർണ്ണമായി എല്ലാവരും ഉപയോഗിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കെയർ സ്റ്റോറിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി അറിയിച്ചുകൊണ്ട് അവസാനിക്കും. 10,000 രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെൻറ്റുകൾ, മിതമായ നിരക്കിൽ 5 കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ, ശബരി മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ കെയർ സ്റ്റോറുകളിൽ ലഭ്യമാകും. ചടങ്ങിൽ പേരാവൂർ റേഷനിംഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ, ജോബി സെബാസ്റ്റ്യൻ, കെ ബേബി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കെയർ സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മൾ റേഷൻ കടകളിൽ വളരെ ഉൾപ്രദേശത്തുള്ള റേഷൻ കടകളിൽ ബാങ്കിങ് സേവനങ്ങളും അതുപോലൊപ്പം മിൽമ ഉൽപ്പന്നങ്ങൾ, അതുപോലെ നമ്മുടെ ലോക്കലായിട്ട് ഇവിടെ നമ്മൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പോലുള്ള ചെറുകിടക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയ ആണ് സംസ്ഥാന സർക്കാർ കെയർ സ്റ്റോർ എന്ന ഒരു സ്ഥാപനം കൊണ്ടുവരുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കരിന്തളം വയനാട് 400 kV ലൈൻ കർഷകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. കരിന്തളം വയനാട് 400 kV ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് കേരള കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. 66 കിലോവാട്ട് ശേഷിയുള്ള പ്രസന്ന ലൈനുകൾ സ്ഥാപിക്കുമ്പോൾ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കണം. പുതിയ മാർഗരേഖ പ്രകാരം ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തെ ഭൂമിയുടെ 2 ഇരട്ടിയും നൽകാം. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലും ഉയർന്ന വില നൽകാമെന്നും കളക്ടർമാരാണ് നഷ്ടപരിഹാരം നിർണ്ണയിക്കേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നു. ഏതാണ്ട് 1500 ഏക്കറോളം കൃഷിഭൂമിയിൽ കൂടി ലൈൻ കടന്നുപോകുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ നിയന്ത്രണവും നിരോധനവും വരുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഉടമകൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ തോമസിന്റെ അധ്യക്ഷതയിൽ യോഗം ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹൈപ്പർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് മാലത്ത്, മാത്യു പുളിക്കക്കുന്നൽ, ജെയ്സൺ ജീരകശ്ശേരി, ഡോക്ടർ ത്രേസ്യാമ്മ കൊങ്ങോല, AK രാജു, ജോസ് മാപ്പിളപ്പറമ്പിൽ, ജോസ് കിഴക്കേപ്പടവത്ത്, വർഗീസ് ആനിത്തോട്ടം, സന്തോഷ് സെബാസ്റ്റ്യൻ, ജോർജ് ഓരത്തെ, വിനോദ് KK, മാത്യു വള്ളിക്കാവുകൽ, ബാബു നടിയത്ത്, അബ്രഹാം വെട്ടിക്കൽ, ജോർജ് മാത്യു, ഗർവാസിസ് കേളിമറ്റം, അബ്രഹാം കല്ലന്മാരി, CP ജോസ്, ബ്രിട്ടോ ജോസ്, ജോർജ് വാൾവെട്ടിക്കൽ, മാത്യു കൊച്ചുതറ, ജോസഫ് കോക്കാട്ട്, ജെസിമോൾ വാഴപ്പള്ളി, കുഞ്ഞച്ചൻ വടശ്ശേരി, റോയ് ചെരിയൻതൊട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് കെ മാണി പറഞ്ഞ പോലെയുള്ള ഒരു മീറ്റിംഗ് എല്ലാ വാർഡ് പ്രസിഡന്റുമാർ ഒരു വാർഡിൽ നിന്ന് നിശ്ചിത അംഗങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ്, 3ാമത്തെ പ്രോഗ്രാം. ആ ക്യാമ്പും നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ പേരാവൂരിൻ്റെ ഏരിയയിൽ സെൻട്രൽ വെച്ച് നടത്തുക. പിന്നെയുള്ളത് കമ്മിറ്റികളിലേക്കുള്ള പാർട്ടിയുടെ പ്രതിനിധികളെ നിർദ്ദേശിക്കണം. കൃഷി വകുപ്പിലായാലും പോലീസ് സ്റ്റേഷൻ കമ്മിറ്റി ആയാലും ആശുപത്രി കമ്മിറ്റി ആയാലും അത് കൃത്യമായിട്ട് വിവരം അത് അതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടവർ പോകാത്ത ആൾക്കാരുടെ മാറ്റുക. എന്നിട്ട് കമ്മിറ്റികളിലൊക്കെ നമ്മുടെ ആൾക്കാർക്ക് തക്കതായ പ്രാധാന്യം കൊടുക്കുക. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മാലിന്യമുക്ത നവകേരളം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കൊപ്പം യുവത പരിപാടി സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കൊപ്പം യുവത എന്ന പരിപാടി സംഘടിപ്പിച്ചു. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും NSS വളണ്ടിയർമാർ ഹരിതകർമ്മസേനയ്ക്കൊപ്പം വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ചു. മണത്തണ ടൗണിൽ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ ടൗണിൽ പേരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങൾക്ക് 2ാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തല ശില്പശാലയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് NSS വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹരിതകർമ്മസേനക്കൊപ്പം യുവത എന്ന ക്യാമ്പയിൻ പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും കടകളിൽ നിന്നും അതുപോലെ വീടുകളിൽ നിന്നും ഒക്കെ ഇതുവരെ ഹരിതകർമ്മസേനയോട് സഹകരിക്കാതെ യൂസർ ഫീ നൽകാതെ കുറച്ച് കടകളും സ്ഥാപനങ്ങളും ഒക്കെ വീടുകളും ഒക്കെ നമ്മളെ പഞ്ചായത്തിലുണ്ട്. അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇന്നത്തെ ഈ ക്യാമ്പയിൻ പ്രവർത്തനത്തിലൂടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. M ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. HI ദിവ്യ, പഞ്ചായത്ത് അംഗങ്ങളായ റീന മനോഹരൻ, യമുന C, നിഷ പ്രദീപൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സിനി, ബ്ലോക്ക് കോർഡിനേറ്റർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.
മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൽ മുഖ്യാതിഥിയായിരുന്നു. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 2022-24 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ചടങ്ങിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൽ IPS മുഖ്യാതിഥിയായി. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് DNO SPC കണ്ണൂർ റൂറൽ MP വിനോദ് സംബന്ധിച്ചു. ചടങ്ങിൽ അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കുനിത്തല മുക്ക് മുതൽ പേരാവൂർ പോലീസ് സ്റ്റേഷൻ വരെ മാലിന്യമുക്തമായി സൂക്ഷിക്കുന്നതിനും സൗന്ദര്യവൽക്കരിക്കുന്നതിനുമായി പേരാവൂർ AS നഗർ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2-ന് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആലോചന യോഗം കുനിത്തല മുക്ക് സീനിയർ സിറ്റിസൺ ഹാളിൽ ചേർന്നു. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സിറ്റി പേരാവൂർ പദ്ധതിയുടെ ഭാഗമായി കുനിത്തല മുക്ക് മുതൽ പേരാവൂർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള പ്രദേശം മാലിന്യമുക്തമായി സൂക്ഷിക്കുന്നതിനും സൗന്ദര്യവൽക്കരിക്കുന്നതിനുമായി ഒക്ടോബർ 2-ന് പേരാവൂർ AS നഗർ നന്മ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആലോചനാ യോഗം കുനിത്തല മുക്ക് സീനിയർ സിറ്റിസൺസ് ഹാളിൽ ചേർന്നു. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ജില്ലയിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു മാതൃകയാണ് നമ്മുടെ കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നു 3 പെരിയ എന്ന് പറയുന്ന പ്രദേശം. അത് അവിടെ വന്ന് രൂപപ്പെട്ടിട്ടുള്ള കൂട്ടായ്മയുടെ ഫലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഇരിട്ടി പായം പഞ്ചായത്തിൽ ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. ഇതുപോലെ റെസിഡൻസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ സമൂഹം ഒന്നാകെ ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മാതൃകകൾ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ മാലിന്യമുക്തം നവകേരളം എന്ന വലിയൊരു മെസ്സേജാണ് നമ്മളെല്ലാം ഒരു 3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് മാലിന്യമുക്തം നവകേരളം. നന്മ പ്രസിഡന്റ് PG വേലായുധൻ അധ്യക്ഷത വഹിച്ചു. നിഷാദ് മണത്തണ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ M ശൈലജ ടീച്ചർ, നൂറുദ്ദീൻ മുള്ളേരിക്കൽ, KK രാമചന്ദ്രൻ, ഷബി നന്ദ്യത്ത, ഗിരീഷ്, ഷിജു, നാരായണൻ C, രതീശൻ കാരായി, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. അതിജീവനത്തിനായി പോരാടുന്ന വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികൾക്ക് സ്നേഹവിരുന്നൊരുക്കി മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകർ. ആർളം, അയ്യങ്കാവ്, പുഴക്കര ശാഖ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF വൈറ്റ് കാർഡ് അംഗങ്ങളാണ് കുട്ടികൾക്കായി സ്നേഹവിരുന്ന് ഒരുക്കിയത്. അതിജീവനത്തിനായി പോരാടുന്ന വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികൾക്കായി MSF വയനാട് ജില്ലാ കമ്മിറ്റി കണ്ണൂർ ജില്ലയിലേക്ക് ഒരുക്കിയ ഉല്ലാസയാത്രയിൽ കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണം ഒരുക്കിയാണ് ആർളം, അയ്യപ്പൻകാവ്, പുഴക്കര ശാഖ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF വൈറ്റ് ഗാർഡ് അംഗങ്ങൾ കുട്ടികളെ കണ്ണൂരിലേക്ക് സ്വീകരിച്ചത്. വയനാട്ടിലെ ദുരന്തമുഖത്തെത്തിയ ഡോക്ടർമാരുടെയും മറ്റും നിർദ്ദേശപ്രകാരമാണ് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിക്കണമെന്ന തീരുമാനമുണ്ടായത്. ഈ ഉദ്യമം MSF വയനാട് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഫായിസ് തലിക്കൽ, C ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം കുട്ടികളാണ് കണ്ണൂർ വിസ്മയ പാർക്കിലേക്കുള്ള ഒരു ദിവസത്തെ ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. വയനാടൻ ചുരമിറങ്ങി കണ്ണൂരിലേക്ക് എത്തിയ കുട്ടികളെ ഇരുകൈയും നീട്ടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കണ്ണൂരിന്റെ അതിരറ്റ സ്നേഹം ആവോളം അനുഭവിച്ചാണ് കുട്ടികൾ യാത്ര തുടർന്നത്. പുഴക്കര ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ലത്തീഫ് ചെറിയട്ടി, സെക്രട്ടറി CH ഷിഹാബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നസീർ ചാത്തോത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് ഹാജി, മൊയ്തീൻ ഹാജി ചാത്തോത്ത്, ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മഹ്റൂഫ് C, ഷഹീർ C, ഫഹദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ സ്വീകരിച്ചത്. അവർ ചൂരൽമല മുണ്ടക്കായി ഭാഗത്തുള്ള
ഉരുൾപൊട്ടിയ അവിടെ ആ പ്രദേശത്തുള്ള കുട്ടികളേക്ക് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളേക്ക് ഏകദേശം 4ാം ക്ലാസ് മുതൽ ഡിഗ്രി ലെവലുള്ള കുട്ടികളേക്ക് ഞങ്ങൾ ഉല്ലാസയാത്ര MSF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു ഉല്ലാസയാത്ര ഒരു ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്കപ്പുറമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന് സമൂഹം ഒന്നടങ്കം അവിടുത്തെ ഞങ്ങളുടെ വയനാട്ടിലെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും അതിൻ്റെ ടീച്ചേഴ്സായാലും എല്ലാവരും നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ട് തന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി, പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ഹംസ, ഫവാസ് പുന്നാട്, അജ്മൽ ആറളം, KV റഷീദ് തുടങ്ങിയവരും പങ്കെടുത്തു. ദുരിതത്തിൽപ്പെട്ട് ഭയപ്പാടോടുകൂടി നിൽക്കുന്ന അവിടുത്തെ 100ഓളം കൊച്ചുമക്കളെ അവരുടെ മാനസികമായിട്ടൊരു നല്ല പരിവർത്തനമുണ്ടാകാൻ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ടൊരു ഉല്ലാസയാത്ര MSFൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ആ യാത്ര ഈ അയ്യപ്പങ്കാവ് വഴി, മഴക്കുന്ന് പഞ്ചായത്തിലെ അയ്യപ്പങ്കാവ് വഴിയാണ് കടന്നു പോകുന്നത്. അയ്യപ്പങ്കാവിലുള്ള മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSFും വൈറ്റ് ഗാർഡും ഒക്കെ ആ യാത്ര ചെയ്യുന്നവരെ ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുക, അവർക്ക് നല്ല നിലയിലൊരു സ്വീകരണം കൊടുക്കാനുള്ള തീരുമാനവും ആ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ട് അവരെ സ്വീകരിച്ച് അവർക്ക് രാവിലത്തെ ലഞ്ചൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തിൽ അവരെ യാത്രയയക്കുകയാണ്. വളരെ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള മറ്റൊരു ദൗത്യം MSFൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി നടത്തിയ ഉല്ലാസയാത്ര, പ്രിയപ്പെട്ട മക്കൾക്ക് നടത്തിയ ഉല്ലാസയാത്രയിൽ അതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം ചേരുന്നതിന് വേണ്ടി അവർക്കുള്ള പ്രഭാത ഭക്ഷണം കൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനശാല സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെയും പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാക്കിങ്ങാട് ടൗണിൽ ശുചിത്വ മാലിന്യ ബോധവൽക്കരണം നടത്തി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെയും പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാക്കങ്ങാട് ടൗണിൽ ശുചിത്വ മാലിന്യ ബോധവൽക്കരണ റാലിയും ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് T. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VV വിനോദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ KV റഷീദ്, K. മോഹനൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലാടൻ, ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു. സ്പോർട്സ് കൗൺസിൽ കോച്ച് M. ബാലൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം മുൻ സർവീസസ് പ്ലെയറും സ്പോർട്സ് കൗൺസിൽ കോച്ചുമായ M. ബാലൻ നമ്പ്യാർ നിർവഹിച്ചു. ഒരു മേഖലയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. കാരണം നമ്മുടെ പ്രാക്ടീസ് ഒരുപാട് നഷ്ടപ്പെടുന്ന കാലാവസ്ഥയാണ് മൊത്തത്തിൽ മലബാറിലുള്ളത്. അതെല്ലാം തരണം ചെയ്ത് ഈ ഗ്രൗണ്ടിലൂടെ കൂടുതൽ കുട്ടികൾ വരട്ടെയെന്നും അതുപോലെ ഇതിന് ചുക്കാൻ പിടിച്ച എൻ്റെ മാനേജ് വരവുകളോടും എൻ്റെ സുഹൃത്ത് മുരളീധരനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുരളിയെപ്പറ്റി പറയുകയാണെങ്കിൽ മുരളി ഞാനുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയം. ഞാൻ മട്ടന്നൂർ കോളേജിലായിരിക്കുമ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ചാമ്പ്യനായിരുന്നു. അന്നൊക്കെ മുരളിയായിരുന്നു നമ്മളിവിടെ വന്നിരുന്നത്. വളരെ നല്ലൊരു ഓർഗനൈസറും ഒരു അഡ്മിനിസ്ട്രേറ്ററുമാണ് മുരളി. ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ പീറ്റർ ഊരോത്ത് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോർജ് പൊട്ടേൽ, വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജോർജ് മേലുകുന്നേൽ, PT മുരളീധരൻ, PV സംഗമി തുടങ്ങിയവർ സംബന്ധിച്ചു. നാഷണൽ സ്പോർട്സ് ഡേയുടെ ഭാഗമായി തൊണ്ടിയിൽ ജിമ്മി ജോർജ് വോളിബോൾ അക്കാദമിയും എടത്തൊട്ടി ഡീപോൾ കോളേജും തമ്മിലുള്ള സൗഹൃദ മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ആർല ഫാം ആദിശ്രീ വനിതാ ശിങ്കാരിമേളം ടീമിന്റെ അരങ്ങേറ്റം ഫാം ഓഫീസ് പരിസരത്ത് നടന്നു. ആർല ഫാം MD സന്ദീപ് കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. ആർല ഫാമിലെ 21 വനിതകളെ ഉൾപ്പെടുത്തി പരിശീലനം പൂർത്തിയാക്കിയ ആർല ഫാം ആദിശ്രീ വനിതാ ശിങ്കാരിമേളം ടീമിന്റെ അരങ്ങേറ്റം ഫാം ഓഫീസ് പരിസരത്ത് നടന്നു.
ഫാം MD സന്ദീപ് കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. 9 മാസം ആരും ശമ്പളം ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് വരുമാനമൊക്കെ ഒരു രീതി നമുക്ക് നല്ല വരുമാനം കിട്ടാനുള്ള ഒരു എങ്ങനെ കിട്ടും അത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്നും ഇന്നും വരെ ഇനി നമുക്ക് മാസം മാസം ശമ്പളം തരാനൊരു ബുദ്ധിമുട്ടറിയില്ല. നമുക്ക് അടുത്ത 1-2-3 വർഷത്തിലേക്ക് ശമ്പളം പ്രതിസന്ധി ഒന്നും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു വർഷത്തിലെ എത്ര വലിയ മാറ്റങ്ങളായി. സോ അത് എൻ്റെ റോൾ മാത്രമല്ല, ഇവിടെ വലിയ നല്ല ഒരു ടീം ഉണ്ടായിരുന്നു. സോ അതിൽ വലിയ കൺട്രിബ്യൂഷൻ നിതീഷാണ്. പിന്നെ നമ്മുടെ ടീം ഇവിടെ പുതിയ സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ടുണ്ട്, ബെന്നി. അവിടെ ഓടാൻ വേണ്ടി ബന്ധപ്പെട്ട കൂടെ കടകൾ നമ്മുടെ തൊഴിലാളികൾ ഉൾപ്പെട്ട് കൂടെ ചെയ്തു. അതും നമുക്ക് സക്സസ് ആണ്. കൂടെ സക്സസ് സ്റ്റോറിയാണ്. എനിക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് 2-3 മാസം ഉള്ളിൽ നമുക്ക് ഈ 1.5 കോടി നമുക്ക് സർക്കാരിൽ നിന്നും ലഭിച്ചത്. അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് അധ്യക്ഷനായി. ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ KP നിതീഷ് കുമാർ, ഫാം സൂപ്രണ്ട് ജോസഫ് ജോർജ്, മാർക്കറ്റിംഗ് ഓഫീസർ ആശാ പ്രഭാകരൻ, TP പ്രേമരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ശിങ്കാരിമേളം പരിശീലകരായ P പ്രേമരാജൻ, പുരുഷോത്തമൻ എന്നിവരെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന ആർല ഫാം MD സന്ദീപ് കുമാർ IASന് യാത്രയയപ്പും നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം, പൈസക്കരി ഫൊറോന, AKCC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടന്നു. ക്യാമ്പ് ഫാദർ നോബിൾ ഓണക്കുളം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം, പൈസക്കരി ഫൊറോന, AKCC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടന്നു. പൈസക്കരി ദേവമാതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഫാദർ നോബിൾ ഓണംകുളം ഉദ്ഘാടനം ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഡേവിഡ് മോഡിയുടെ നാമത്തിൽ ഞായറാഴ്ച കണ്ണൂർ നേത്ര ജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇക്ര ഹോസ്പിറ്റലിൻ്റെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ കൊടിയേറുമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ബ്ലഡിൻ്റെ ടെസ്റ്റ് നടത്തുകയാണ്. ടെന്നീസാണ് പറഞ്ഞ് ഞാൻ താമസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് റേഷൻ കടയുടെ മുമ്പിലാണ് നിൽക്കുന്ന പോലെയാണ്. ബെന്നി ജോൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജെയ്സൺ വാഴക്കാട്ട്, ഡോക്ടർ ദർശന, സിബിച്ചൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. കൊട്ടിയൂർ ഒറ്റപ്ലാവിലെ കുന്നേപ്പറമ്പിൽ ബെന്നി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. ഭാര്യ വിനീത, മക്കൾ ആൽവിൻ, അനീറ്റ. കേളകം രാമച്ചിയിലെ പൊയ്ക്കക്കുഴി പരമേശ്വരൻ നായർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഭാര്യ സുഭദ്രാമ, മക്കൾ കലാകുമാരി, അമ്പിളി, ഉഷ, ശകുന്തള, ബിന്ദു, ലതിക. മരുമക്കൾ കൃഷ്ണൻ, ഭരതൻ, ഗിരീഷ്, അനിൽകുമാർ, സുനിൽ, ജിതേഷ്. നല്ലൂരിലെ വടക്കേടത്ത് ജാനകിയമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ നാമത്ത് പത്മനാഭൻ. മക്കൾ ഉഷ, ഗിരിജ, ശോഭ, മണി, വിശ്വനാഥൻ, പ്രകാശൻ, മിനി. മരുമക്കൾ മുകുന്ദൻ, മധു, സുഷമ, സരിത, കൃഷ്ണൻ, പരേതനായ കൃഷ്ണൻ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 233, പേരാവൂർ 235, കൊട്ടിയൂർ 235. റബ്ബർ ലോട്ട് ഇരിട്ടി 213, പേരാവൂർ 225, കൊട്ടിയൂർ 225. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 125, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 615, കൊട്ടിയൂർ 615. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 325. ശലഭമാ നീ വന്നു അഴകേ
പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6715, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണിച്ചാർ ചാണപ്പാറയിലെ പാനിക്കുളം ബാബുവിന്റെ കൊലപാതകം, പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തിരുവനന്തപുരം സ്വദേശി പ്രേംജിത്ത് ലാലിനെയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർലം ഫാം സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.